പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനെ മറയാക്കി വാട്സ്ആപ്പ് വഴി നടന്ന സൈബർ തട്ടിപ്പിൽ തൊഴിലാളികൾക്ക് നഷ്ടമായത് 33,000 രൂപ. കോഴിക്കോട് മിഠായി തെരുവിലെ ചുമട്ടുതൊഴിലാളി നാസറിനാണ് പണം നഷ്ടമായത്. പരിചയക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനുള്ള അപേക്ഷയെന്ന പേരിലെത്തുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയൽ തുറന്നു നോക്കുന്നവരാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിൻ്റെ മറവിൽ സൈബർ തട്ടിപ്പിന് ശ്രമം നടക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയത്. അതായത് പരിചയമുള്ള ഒരാളുടെ നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനുള്ള അപേക്ഷ എന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയൽ വരുന്നു. അത് അറിയാതെ തുറന്നു നോക്കുന്ന സമയത്ത് ആ ഫയൽ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നു. ഫോണിലെ വിവരങ്ങൾ ഹാക്കർമാർ കൊണ്ടുപോകുന്നു. അങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. ഇന്ന് ആ രീതിയിൽ പണം നഷ്ടപ്പെട്ടത് കോഴിക്കോട് മിഠായി തെരുവിലെ ഒരു ചുമട്ടുതൊഴിലാളിയായ നാസർക്കാണ്. 33,000 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ബാങ്കുകാർ പറയുന്നത്? ബാങ്കുകാർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ UPI ചെയ്തതെന്നാണ് പറയുന്നത്. UPI ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ UPI ട്രാൻസാക്ഷനിൽ അതിൽ ബാലൻസ് കാണിക്കുന്നില്ല, ആ ട്രാൻസാക്ഷൻ്റെ അത് കാണിക്കുന്നില്ല. പിന്നെ വെച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ആദ്യം വെള്ളിയാഴ്ച 1 രൂപ എനിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ആ നഷ്ടപ്പെട്ടത് ഞാൻ അറിയുന്നില്ല, കാരണം മെസ്സേജ് വരുന്നില്ല. കാരണം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു കൊള്ളരുതായ്മ എന്ന് പറയുന്നത് 5,000 രൂപയ്ക്ക് താഴെ വരുന്നതിന് ഒരു മെസ്സേജ് പോലും നമുക്ക് വരുന്നില്ല. ആ 1 രൂപ പോയത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചോദ്യം ചെയ്യുമായിരുന്നു. പിന്നെ 24-ന് വൈകിട്ട് 6:30 മുതൽ 6:45 ടൈമിനുള്ളിൽ 6 ട്രാൻസാക്ഷനിൽ 5,000 രൂപ തോതിൽ പോയി, മിനിറ്റുകൾക്കുള്ളിൽ. പിന്നീട് 2,999 രൂപയാണ് ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ പോകുന്നത്. പോയ മെസ്സേജ് വരുന്നതെന്ന് 18 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാങ്കിൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നത്. അതിലും ബാങ്കിന് ഭയങ്കര പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു മെസ്സേജ് 1 രൂപയാണെങ്കിലും ഇനി 10,000 രൂപയാണെങ്കിലും മെസ്സേജ് അപ്പം തന്നെ പാസ് ചെയ്യണം. ഇത് മൊബൈൽ വഴി പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയിരുന്നോ? അതെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, പാലിറ്റുമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വേണ്ടപ്പെട്ട ഒരാളാണ് ഇട്ടുന്നത്. അപ്പോൾ ഇട്ടുന്ന സ്ഥിതിക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളടക്കം നോക്കി പേര് മെൻഷൻ ചെയ്ത് ലാസ്റ്റിലേക്ക് അത് ഗൂഗിൾ പേ, Paytm വന്നപ്പോൾ ഞാൻ അതിലേക്ക് പോയില്ല. അതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഹോം വന്നത്. പക്ഷേ സൈബർ സെല്ലിൽ പോയപ്പോൾ എന്നോട് എന്താ പറയുക, ടച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ബാങ്കിലെ എല്ലാ ട്രാൻസാക്ഷനും അവരെ കൈവശമുണ്ട്. ഏതായാലും സാധാരണക്കാരാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. അവരുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന പണമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. PM ഹെൽത്ത് കാർഡ് അപ്ലൈ എന്ന് പറഞ്ഞ രീതിയിലാണ് ഒരു ആപ്ലിക്കേഷൻ ഫയൽ വാട്സപ്പിലേക്ക് വരുന്നത്. അത് നമ്മുടെ പരിചയമുള്ള ആരുടെയെങ്കിലും ഫോൺ നമ്പർ ഹാക്ക് ചെയ്തിട്ട് അവരുടെ നമ്പറിൽ നിന്നായിരിക്കും നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ വരിക. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. അത്തരം വരുന്ന ആപ്ലിക്കേഷൻ തുറന്ന് നോക്കാതിരിക്കുക.